ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജാമിഅ സയ്യിദിയുടെ അൽഖബാറിലെ നമ്മുടെ പ്രധാന അമീർ നമ്മോട് ഇവിടെ പറഞ്ഞു, അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹ്. ഇന്നത്തെ ദിവസം നമ്മുടെ ഉനൈസ് മാങ്ങാട് ജാമിഅ സയ്യിദിയുടെ വലിയ മുഹിബ്, ഒരു ജലാലിയും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു മഹൽ വ്യക്തി, ഹാൻഡിക്കാപ്ഡാണെങ്കിലും മാനസികമായും മറ്റും ഒക്കെ വളരെയധികം മുൻപന്തിയിലുള്ള മറ്റെല്ലാ കഴിവുകളുമുള്ള മഹാന്മാരായ സയ്യിദുമാരും, പ്രത്യേകിച്ച് കുമ്പോൽ തറവാടുമായിട്ട്, കുമ്പോൽ തങ്ങളുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധം, മാണിക്കത്ത് ഉസ്താദ്, പണ്ഡിതന്മാരും എല്ലാവരുമായി വളരെയധികം ബന്ധം സൂക്ഷിക്കുന്ന ഉനൈസ് മാങ്ങാട്. അതുപോലെ നമ്മുടെ ഇപ്പോൾ മരണപ്പെട്ട നമ്മുടെ കോബാർ മദനി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ജാമിഅ സയ്യിദിയുടെ അമീറാണ്. അള്ളാഹുവേ മഹാനവറുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹ്. ജാമിഅ സയ്യിദിക്ക് വേണ്ടി എത്രയോ കാലം വലിയ ഖിദ്മത്ത് ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് കോബാർ മദനി. ഇപ്പോൾ കേട്ട വാർത്ത വലിയ ദുഃഖകരം. അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹ്. ചെയ്ത ഉംറകളും സിയാറത്തുകളും ഹജ്ജുകളും മറ്റ് ജാമിഅ സയ്യിദിക്ക് ചെയ്ത സേവനങ്ങളും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അള്ളാഹ്. പ്രത്യേകിച്ച് ജാമിഅ സയ്യിദിൽ വെച്ചിട്ട് മയ്യിത്ത് നിസ്കാരവും അതുപോലെ തന്നെ മറ്റ് ദുആ മജ്ലിസുകളൊക്കെ നടക്കുമെന്നും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിൻ്റെ എളാമയ അല്ല മൂത്തമ്മ അവരുടെ മകൻ മമ്മുഞ്ഞി മുഹമ്മദ് കുഞ്ഞി എന്നുള്ള പേര് നമ്മ വിളിച്ചുകൊണ്ടേ മമ്മുഞ്ഞിന്. നമ്മുടെ മഞ്ഞനാടി ദർസിൽ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച ആളും കൂടിയാണ്. അങ്ങനെ മദനി ബിരുദം എടുത്തിട്ട് ഇപ്പോൾ സൗദിയിൽ കോബറിൽ സയ്യിദിൻ്റെ ഉംറൻ്റെ അമീറായിട്ട് പോയിക്കൊണ്ട് ഇന്ന് നാട്ടിൽ വെച്ച് കാഞ്ഞങ്ങാടിൽ വഫാത്തായി. അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു അവിടുത്തോടുള്ള ബർസക്കിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.